ഇനി ഒരു സംശയവും വേണ്ട, പുതിയ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഈ രൂപത്തിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജ് വഴി ഈ ഒരു പ്രൊജക്ടിന്റെ LOA പുറത്തുവിട്ടത്. LOA എന്ന് പറയുമ്പോൾ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, അതായത് ബിഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോൺട്രാക്ടർക്ക് ഒഫീഷ്യലായിട്ട് പ്രൊജക്ട് അവാർഡ് ചെയ്യുന്ന കൺഫർമേഷൻ ലെറ്റർ. ഇവിടെ ബിഡറുടെ പേര് കണ്ടത് MS വെങ്കടാചലപതി കൺസ്ട്രക്ഷൻ ഈറോഡ് ആണ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഏത് പ്രൊജക്ട് വന്നു കഴിഞ്ഞാലും ഊരാളുകളുടെ പേരാണ് കാണാറുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റെയിൽവേ വർക്ക് അവരുടെ സ്കോപ്പിൽ വരുന്ന സാധനമല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 344,98,00,000 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കേണ്ടത്. അതും 913 ദിവസം കൊണ്ട് ഈ ഒരു പ്രൊജക്ട് തീർക്കണം എന്നുള്ളതാണ്. അതായത് ഏകദേശം 3 വർഷം കൊണ്ട് പ്രൊജക്ട് തീർക്കണം. DLP പീരീഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2 വർഷമാണ്. അതായത് ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞ് 2 വർഷത്തേക്കുള്ള എന്ത് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാലും ഈ കോൺട്രാക്ടർ തന്നെ തീർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് EPC മോഡലിൽ ചെയ്ത് തീർക്കേണ്ട ഒരു പ്രൊജക്ട് ആണ്. അതായത് ഈ കോൺട്രാക്ടർ തന്നെ ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യണം. അതുപോലെ മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റ് എല്ലാം അവരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്ത് ഈ ഒരു മെയിൻ്റനൻസ് പീരീഡ് തീരുന്നത് വരെയുള്ള എല്ലാ ഉത്തരവാദിത്വം അവരുടെ മുകളിലാണ്. അപ്പോൾ എന്തായാലും ഡിസൈൻ പൂർണ്ണമാകുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രക്ചറുകളാണ് ഇതിനകത്ത് വരാൻ പോകുന്നുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. എന്തായാലും 300 കോടിക്ക് മുകളിലുള്ള പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഒരു എയർപോർട്ടിന്റെ മാതൃകയിലായിരിക്കും ഈ ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കാനായിട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കും എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് വരാനായിട്ട് പോകുന്നത്. 3 വർഷമാണല്ലോ കാലാവധി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് 2029 കൂടിയിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ 2029 തൊട്ട് തൃശ്ശൂരുകാർ ഇനി സഞ്ചരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പുതിയ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ആയിരിക്കും.